അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന് ഒട്ടും ഗുണകരമായ ഒരു വർഷമായിരുന്നില്ല 2025. ഈ ഇന്ത്യക്കാർക്കെതിരെയുള്ള വിരോധവും വൈരാഗ്യവും ഏറ്റവും അധികം ശക്തിപ്പെട്ട വർഷമായിരുന്നു ഇത്. ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുമല്ല അത് സംഭവിച്ചത്. അതാണ് അതിശയകരമായൊരു കാര്യം. നമ്മൾ ഇന്ത്യക്കാർ എന്തെങ്കിലും ഗുരുത്തക്കേടൊക്കെ കാണിച്ചാൽ നമുക്കെതിരെ ആളുകൾ തിരിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എന്നത്തെയും പോലെയാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ നോർമലൈസ് ഇന്ത്യൻ ഹെയ്റ്റ് എന്നും പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ വൈറ്റ് ഹൗസിൽ എന്തോ ഉദ്യോഗം കിട്ടി, എലോൺ മസ്കിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ. അപ്പോൾ ആ പരാമർശം ആളുകൾ അറിഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരെ പ്രതിഷേധം വന്നു. അപ്പോൾ അയാൾ രാജിവെച്ചു. പക്ഷേ അന്നേരം അയാളുടെ രക്ഷയ്ക്കെത്തിയത് വൈസ് പ്രസിഡന്റ് JD വാൻസാണ്. അദ്ദേഹം പറഞ്ഞത്, ഇയാൾ ചെറുപ്പകാലത്ത് ആ കിഡ് എന്തോ പറഞ്ഞു, അതിൻ്റെ പേരിൽ അയാളുടെ ജീവിതം തുറയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അയാളെ തിരിച്ചെടുത്തു. പിന്നീട് ഈ വംശീയവാദികൾ JD വാൻസിനെതിരെ തന്നെ തിരിയുന്നതാണ് നമ്മൾ കണ്ടത്. JD വാൻസിൻ്റെ ഭാര്യയായിരുന്നു അവരുടെ ഉന്നം. പിന്നെ ഉഷ വാൻസ് ഇന്ത്യക്കാരിയാണ്, ബ്രൗൺ നിറമാണ്, ഹിന്ദു വിശ്വാസിയാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു മകന് വിവേക് എന്നാണ് പേര്. ഇതെല്ലാം ആ വംശീയവാദികളെ ചൊടിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ വെള്ളക്കാരുടെ സംസ്കൃതി, അവരുടെ ആ സംസ്കാരത്തെ എങ്ങനെ നിലനിർത്തും? ആ വെള്ളക്കാരുടെ സംസ്കൃതിയോട് ഒരു ട്രൈറ്ററസ് നിലപാടുള്ള ആളാണ് JD വാൻസ് എന്നാണ് ഈ നിക്കി ഫ്യൂവൻഡസിനെ പോലുള്ള തീവ്ര വർഗീയവാദികൾ പറയുന്നത്. അപ്പോൾ അവരുടെ എല്ലാം നിലപാടിൽ ഇന്ത്യക്കാർ എന്തോ ഒരു ശത്രുക്കളാണ്, ഇവിടം പിടിച്ചടക്കാൻ വന്നവരാണ്, ഈ രാജ്യത്ത് ഇവിടെ അസിമിലേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ ഇഴുകിച്ചേരുന്നില്ല, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തട്ടിക്കൊണ്ട് പോകാൻ വന്നിരിക്കുന്ന ഒരു വിദേശികൾ, ഒരു ഇൻവൈഡ് ചെയ്യുന്നവരാണ്, അതാണ് നമ്മൾ ആക്രമണകാരികളാണ്, പിടിച്ചെടുക്കാൻ വന്നിരിക്കുന്നവരാണ്. വാസ്തവം പറഞ്ഞാൽ ഇന്ത്യക്കാരെ പറ്റി ഇത്രയും തെറ്റായ ഒരു ധാരണ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായൊരു കാര്യം. നമ്മളാരും പിടിച്ചെടുക്കാൻ വന്നവരല്ല, ഈ രാജ്യത്ത് ജീവിക്കാൻ വന്നവരാണ്, ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാകാൻ വന്നവരാണ്. പിന്നെ നമ്മുടെ ആളുകൾ നല്ല ഉയർന്ന വിദ്യാഭ്യാസത്തോടുമൊക്കെയാണ് വരുന്നത്. അത് പലരും കച്ചവട പരമായിട്ടുള്ള കഴിവുകളുള്ളവരാണ്. അപ്പോൾ അവർ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും, അല്ലാത്തവർ വിദ്യാഭ്യാസം ചെയ്ത് ഉന്നത ജോലികൾ നേടും. ഇതൊക്കെ വരുമ്പോൾ ഇവിടെയുള്ളവർക്ക് അസൂയ വരുന്നു. നമ്മളെന്തോ ആക്രമിച്ച് നേടിയെടുക്കാൻ വരുന്നവരാണ്, ഇവിടുത്തെ എല്ലാം തട്ടിയെടുക്കാൻ വരുന്നവരാണ് എന്നുള്ളൊരു ചിന്താഗതി. എന്തായാലും അത് ഖേദകരമാണ്. അത് ശക്തിപ്പെട്ട വർഷമാണിത്. അപ്പോൾ JD വാൻസിനെതിരെയുള്ള ആക്രമണം തന്നെ, ഈ ഭാര്യയ്ക്കെതിരെയുള്ള ആക്രമണം വന്നപ്പോൾ അദ്ദേഹം തന്നെ അമർഷം കൊണ്ടു, നീ പോയി അമേദ്യം ഭക്ഷിക്കടാന്നാണ് പറഞ്ഞത്. നീ ഇങ്ങനെയൊക്കെ പറയുന്നവർ പോയി അമേദ്യം ഭക്ഷിക്കടാന്ന്. അപ്പോൾ അന്നേരം നിക്കി ഫ്യൂവൻഡസ് എന്ന് പറഞ്ഞ കക്ഷി പറഞ്ഞത്, വളരെ സന്തോഷമുണ്ട്, ഒരു ട്രഡീഷണൽ ഇന്ത്യൻ ഡിന്നർ കഴിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെല്ലാം ഇതാ കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ അയാളുടെ മറുപടി. അപ്പോൾ അത് ആരും ശ്രദ്ധിച്ചില്ല. കാരണം ഇതൊക്കെ ശ്രദ്ധിക്കാൻ പോയാലും ശരിയാവില്ല. നമുക്കറിയാം ഈ ഹിന്ദുമതത്തിനെതിരായിട്ടുള്ള നിലപാടുകളും ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുമതത്തിനെതിരെയുള്ള ആക്രമണം വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു പുതിയ റിപ്പോർട്ട് ഈ മലയാളിയിൽ തന്നെ കാണാം. ഈ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും ക്രൈസ്തവപരമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ക്രിസ്മസ് ആശംസകൾ നേർന്നത്. വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ തന്നെ. അപ്പോൾ അതിൽ ഇതേവരെ ഹാപ്പി ഹോളിഡേയ്സ് ആ ഒരു പശ്ചാത്തലമായിരുന്നു. മതപരമായിട്ടുള്ള ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല. പൊതുവിൽ ഹാപ്പി ക്രിസ്മസ് പറയും. അതിന് ഉപയോഗിക്കുന്നത് നക്ഷത്രത്തിൻ്റെ ചിഹ്നമോ അല്ലെങ്കിൽ സാന്താക്ലോസിൻ്റെ ചിഹ്നമോ ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അതല്ല, ആ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പം മറ്റുള്ളവരെ അലോസരപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അതിന് പിന്നിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്തായാലും ഈ ഹിന്ദുമതത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ നമ്മൾ ആദ്യം കണ്ടത് ഹൂസ്റ്റണിൽ ഷുഗർലാൻഡിൽ ഒരു 90 അടിയുള്ള ഒരു ഹനുമാൻ പ്രതിമ, ഹനുമാൻ്റെ പ്രതിമ ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ ഒരു പറ്റം ക്രൈസ്തവ വർഗീയവാദികൾ അതിൻ്റെ സമീപത്ത് ചെന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം, അധികമാരൊന്നും ഇല്ലായിരുന്നു. പിന്നീട് അതിനെതിരെ അവിടെ സെനറ്റ് കാൻഡിഡേറ്റ് അടക്കമുള്ള പലരും രംഗത്ത് വന്നു. ഇത് അമേരിക്ക ഒരു ക്രൈസ്തവ രാജ്യമാണ്, ഇവിടെ ഇതൊരു ഫാൾസ് ഗോഡാണ്, തെറ്റായ ഒരു ദൈവമാണ്, ഇങ്ങനെയുള്ള ഇതൊന്നും ഇവിടെ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള എതിർപ്പ് ഉണ്ടാകുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം, ഹിന്ദുക്കൾക്കെതിരെയുള്ള എതിർപ്പ് വരുമ്പോൾ മറ്റുള്ളവരെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതിനെ കണക്കിലെടുക്കേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്, പലരും സംശയിക്കാറുണ്ട്. സത്യത്തിൽ ഈ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയിലെ വംശീയവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യക്കാരേ ഉള്ളൂ. ഇന്ത്യക്കാരെല്ലാം ഹിന്ദുക്കളാണ്. അല്ലാതെ അവിടെ ക്രിസ്ത്യാനി ഉണ്ടെന്നോ മുസ്ലിം ഉണ്ടെന്നോ അവർ കണക്കാക്കുന്നില്ല, അവർ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല.
ഞാൻ ഓർക്കുന്നുണ്ട് 9/11 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചിക്കാഗോയ്ക്കടുത്തൊരു ഒരു പിന്നെ ഒരു ക്രൈസ്തവ ദേവാലയം ആക്രമിച്ചു. അതൊരു മിഡിൽ ഈസ്റ്റേൺ അസീരിയൻസ് അവരുടെ ചർച്ചാണ്. അപ്പോൾ അന്ന് അവിടുത്തെ പാസ്റ്റർ പറയുകയാണ്, ഈ ആക്രമിക്കാൻ വരുന്നവർ അവർ ക്രിസ്ത്യാനിയാണോ ഏത് ഇതാണെന്ന് നോക്കുന്നില്ല, അസീരിയൻസാണ്, അവിടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവരാണ്, അപ്പോൾ അവരെ ആക്രമിക്കണം എന്നുള്ള രീതിയിലാണ് അവർ അത് ചെയ്തത്. അപ്പോൾ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ്. ഹിന്ദുമതത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഉയരുമ്പോൾ അത് എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമായ കാര്യമാണ്. എല്ലാ ഇന്ത്യക്കാരെയും അലോസരപ്പെടുത്തുന്നതാണ്, നമ്മുടെ എല്ലാം സെക്യൂരിറ്റിയെ ബാധിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയധികം വിരോധം വരാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്തില്ല. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യക്കാർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരാമർശങ്ങൾ നമുക്കറിയാം. ഈ പ്രധാനമായിട്ടും ഇന്ത്യക്കാർ വൃത്തി പോരാ, അല്ലെങ്കിൽ നാറ്റമുണ്ട്, അവരുടെ അടുത്തൂടെ പോയാൽ നാറ്റമടിക്കും, ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് അക്സൻ്റുള്ള ഇംഗ്ലീഷ്, ഹെവി അക്സൻ്റുള്ള ഇംഗ്ലീഷ്, പറഞ്ഞാൽ മനസ്സിലാവാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എതിരെ ആക്ഷേപങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു, ഒറ്റപ്പെട്ട ആക്ഷേപങ്ങൾ. പക്ഷേ അതെല്ലാം ആളുകൾ ചിരിച്ചു തള്ളുന്ന ഒരു സ്ഥിതിയുമായിരുന്നു. പക്ഷേ ഇതൊരു ഓർഗനൈസ്ഡ് രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ നാനാഭാഗത്തു നിന്നും എതിർപ്പുകൾ വരുന്നു, പലരും എതിർപ്പുകൾ ഉന്നയിക്കുന്നു, അതിനെല്ലാം വലിയ ശ്രദ്ധ കിട്ടുന്നു. എക്സിലും മറ്റുമൊക്കെ വലിയ പ്രചാരണമാണ് ഇതിനൊക്കെ കിട്ടുന്നത്. അപ്പം ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇന്നലെ വന്ന ഒരു ലേഖനം, ശ്രദ്ധേയമായൊരു ലേഖനം വായിക്കുകയുണ്ടായി. അതിൽ അവർ കണക്കുകൾ എടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള ആ ഹേറ്റ്രഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾക്ക് അതിന് 44 മില്യൺ ഒക്കെയാണ് അതിൻ്റെ റീച്ച്. അത്രയധികം ആളുകൾ അത് കാണുന്നു, അത്രയധികം ജനശ്രദ്ധയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലയിടത്തു നിന്നും ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നു. ആ കമൻറ്റുകൾക്കെല്ലാം ധാരാളം കാഴ്ചക്കാരുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്രമേണ ഇതൊക്കെയാണ് പിന്നീട് ആക്ഷനായി മാറുന്നത്. അതൊരു കോൺസെൻസസായി മാറുന്നു. ഇന്ത്യക്കാർക്കെതിരെയുള്ള വെറുപ്പ് അതൊരു ഐകരൂപ്യം പ്രാപിക്കുന്നു, പിന്നീട് അത് ആക്ഷനായി മാറുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ടാകുന്നത്. തുടക്കത്തിൽ വാക്കുകൾ മാത്രമാണ്, ആ വാക്കുകളാണ് പിന്നീട് പ്രശ്നങ്ങളായി മാറുന്നത്. അപ്പോൾ ആ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കാർക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും ഒക്കെയുള്ള ആ നിലപാടുകൾ അത് മൊത്തത്തിൽ നമ്മളെല്ലാം ബാധിക്കുന്നതാണ്, നമ്മയെല്ലാം ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ്. അത് ഭാവിയിൽ നമ്മളെ ഏത് രീതിയിലാണ് ഇവിടെ നമ്മുടെ സുരക്ഷിതത്വത്തെയും ഇവിടെ നമ്മൾ ഇവിടുത്തുകാരാണെന്നുള്ള ആ ബോധത്തെയും എങ്ങനെയാണത് ബാധിക്കുന്നതാണ് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. ഈ അമേരിക്ക, ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ളത് അമേരിക്കയിലാണ്, ഏതാണ്ട് 34 കോടി മിച്ചം. അപ്പോൾ അതിൽ ഈ ഒരു വർഷത്തിനിടയിൽ ജനസംഖ്യയിൽ വലിയ കുറവുണ്ടായി. ഏകദേശം 1 മില്യണിൽ പരം ആളുകൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഒട്ടേറെ പേരെ ഡീപ്പോർട്ട് ചെയ്തു, ഒട്ടേറെ പേരെ സ്വയം തിരിച്ചുപോയി. അപ്പോൾ ഈ ജനസംഖ്യ ഇങ്ങനെ കുറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് ഒരു ചർച്ച വന്നു. അപ്പോൾ ആളുകൾ പറയുന്നത് ഈ ജനസംഖ്യ നമ്മുടെ ശക്തിയാണ്. ജനസംഖ്യ കുറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ശക്തി ഇല്ലാതാകുന്ന സ്ഥിതി വരും. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഇത്രയും ആളുകൾ കുറഞ്ഞതോടുകൂടി ആ GDPയിൽ നമ്മുടെ ആ സാമ്പത്തിക വളർച്ചയിൽ ചെറിയ വ്യത്യാസം വരുമെന്നാണ്, ചെറിയ കുറവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആളുകളില്ലെങ്കിൽ ഒരു രാജ്യവും പുരോഗമിക്കില്ല, മുന്നോട്ട് പോവില്ല. ആളുകളില്ലാത്ത രാജ്യങ്ങളൊക്കെ അങ്ങ് താഴോട്ട് പോകും. അപ്പോൾ ആ ഒരു മയോപ്പിക് കാഴ്ച, അതായത് ദൂരക്കാഴ്ച ഇല്ലാതെ ആണോ ഈ ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ അധികൃതർ മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അനധികൃതരായ ആളുകൾ ഈ അതിർത്തി കടന്ന് ചുമ്മാതെ ഇങ്ങോട്ട് വരുന്നത്, അതിനോട് നമുക്ക് ആർക്കും താല്പര്യമില്ല. അതേസമയം തന്നെ ഇവിടെയുള്ള ആളുകൾ, ഇവിടെ പതിറ്റാണ്ടുകളായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ നിഷ്കരണം ക്രൂരമായിട്ട് പിടിച്ചിറക്കി വിട്ടിട്ട് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് എന്താണ് നേടുന്നത്? അവരിവിടെ ഉള്ളതുകൊണ്ട് എന്താണ് ദോഷം? അപ്പോൾ അവിടെയാണ് ഈ ഇമിഗ്രേഷൻ നയത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവേണ്ടത്. അതിനൊരു മാനുഷികമായൊരു മാറ്റം ഉണ്ടാവേണ്ടത്. അതിനാണ് ജനങ്ങളൊക്കെ ചിന്തിക്കേണ്ടതെന്ന് തോന്നുന്നു. എന്തായാലും ഈ പോയ വർഷം നമുക്കൊട്ടും ഗുണകരമായിരുന്നില്ല. ഇനി വരും വർഷത്തിനെങ്കിലും നമുക്ക് സുരക്ഷിതത്വബോധവും അമേരിക്ക നമ്മളെയും അംഗീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മളും ശരിക്കുള്ള അമേരിക്കക്കാരായി അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് നമുക്ക് അതിനുള്ള ആശംസകൾ നേരാം.